കഴിക്കാൻ പോവാണ്. നീ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. കഴിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഞാൻ ഇന്ന് ട്രിവാൻഡ്രം വരെ പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ യുക്രൈനുള്ള സമയത്ത് അവിടെ എൻ്റെ കൂടെ ഉള്ള എല്ലാ സീനിയേഴ്സും തമിഴന്മാരായിരുന്നു. അത്യാവശ്യം എല്ലാവരും തമിഴന്മാരായിരുന്നു. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് തമിഴ്നാടൻ ബിരിയാണി ഉണ്ടാക്കും. അപ്പം അവിടുത്തെ ഞാൻ തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് അന്വേഷിച്ചു ഈ തമിഴ്നാടൻ ബിരിയാണി നമ്മുടെ കേരളത്തിൽ അവിടെ കിട്ടുമെന്ന്. അങ്ങനെ കേരളത്തിലാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് തമിഴ്നാടൻ ബിരിയാണി അങ്ങനെ കിട്ടുന്ന വലിയ ഇടങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനാണെങ്കിൽ അപ്പൊ ഇന്ന് കുറച്ച് ദിവസം മുമ്പ് എന്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് പറഞ്ഞു ഇന്നതുപോലെ ട്രിവാൻഡ്രത്ത് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ തമിഴ്നാടൻ ബിരിയാണി ഉണ്ടെന്ന്. സോ അത് ട്രൈ ആക്കാനായിട്ട് ഇന്ന് ഞാനും നമ്മുടെ ഫ്രണ്ടും കൂടെ തമിഴ്നാട്ടിലേക്ക് എന്നല്ല ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. സോ അങ്ങോട്ട് പോയിട്ട് കാണാം ഗൈസ്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളിപ്പം ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. അളിയ നമ്മളിന്ന് എവിടെ പോകുന്നത് അറിയാം? തിരുവനന്തപുരം. എന്തിനാ പോകുന്നത് അറിയാം? ഫുഡ് അടിക്കാൻ പോവാണ്. ഇന്ന് നമ്മള് തമിഴ്നാടൻ ബിരിയാണി കഴിക്കാൻ പോവാണ്. നീ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. കഴിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിൽ. അപ്പൊ ടേസ്റ്റ് ഓൾറെഡി അറിയാമായിരിക്കുമല്ലോ. ഓക്കെ, ഞാനും കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പ്രൊഫഷണൽ ലെവൽ ബിരിയാണി അല്ല, നമ്മുടെ അവിടുത്തെ സീനിയേഴ്സ് എല്ലാം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ആ ഒരു ടേസ്റ്റ് ഇവിടെ കിട്ടുമോ, അല്ലെങ്കിൽ റിയൽ ബിരിയാണി നോക്കാം. എന്തായാലും അവിടെ പോയി കഴിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ബിരിയാണി കഴിക്കാം. ഓക്കെ. ഹലോ ഗൈസ്, ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. കാരണം നമ്മൾ എന്തുകൊണ്ട് വണ്ടി എടുക്കാന് മഴയായതുകൊണ്ട്, അതുകൊണ്ട് ബസ്സിൽ പോകാന്ന് വെച്ചായിരിക്കുന്നു. അളിയ ബസ് എപ്പോഴാന്ന് ചോദിച്ചു നോക്കാം. തിരുവനന്തപുരം ബസ് ഇവിടെ ബസ് ഇപ്പൊ വരും. ബസ്സിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. കംഫർട്ടബിൾ ആയോ ഗൈസ്? ഞങ്ങള് ബസ്സിനുള്ളിൽ കയറിയപ്പോ തന്നെ CCTV ഗൈസ്. ഇപ്പം ഇപ്പോഴത്തെ ഒരു ന്യൂസ് അനുസരിച്ച് ട്രിവാൻഡ്രത്ത് യെല്ലോ അലേർട്ട് ആണെന്നാ പറയുന്നത്. വലിയ മഴ, അങ്ങോട്ട് മഴ, ഭയങ്കര മഴയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മഴ പെയ്യുന്നതുകൊണ്ടാണ് ബസ് സെലക്ട് ചെയ്തത്. എന്തായാലും നോക്കാം ഗൈസ്. കുറെ നാൾക്ക് ശേഷം വലിയ ബസ്സിൽ പോകുന്നത്. പക്ഷെ നല്ല രസമുണ്ട്. ഇപ്പൊ മഴയില്ല ഗൈസ്. ഞങ്ങൾ ഇപ്പൊ അടിപൊളിയായിട്ട് വളരെ നേച്ചറൊക്കെ എൻജോയ് ചെയ്ത് പോകാം. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങള് ട്രിവാൻഡ്രം എത്തി. അതുകൊണ്ടായിരുന്നു യാത്ര. ഒടുക്കത്തെ ലാഗായിരുന്നു സംഭവം, ഭയങ്കര ലാഗായിരുന്നു. അയ്യോ, നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി. എന്തായാലും എത്തി, നല്ല വിശപ്പും ഉണ്ട്. പോയി കഴിക്കാ. എന്തായാലും അങ്ങനെ ട്രിവാൻഡ്രം എത്തി, ഭയങ്കര സന്തോഷം. ഒരു തിരിച്ചു പോകുന്ന ഇനി മെനക്കേട് ഉറക്കമായിരിക്കും. ഇങ്ങോട്ട് വന്നപ്പോൾ ഉറക്കമായിരുന്നു, ഭയങ്കര സാധനം. പക്ഷെ മറ്റേ വണ്ടിക്കാണെങ്കിൽ ഇത്രയും താമസം കാണത്തില്ലായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഇപ്പം മറ്റേ കാറ്റൊക്കെ അടിച്ചിട്ട് മതി, അതായിരിക്കും. എനിവേ എന്തായാലും കൊള്ളാം. ഇത് വെച്ച് കഴിയുമ്പോ ആ തളർച്ചയൊക്കെ മാറുമെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് തമിഴ്നാടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി എത്തി. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സലാഡും, പിന്നെ ഈ കാണുന്നതാണ് ബ്രിഞ്ചാളിൻ്റെ കറിയും. ഇതെങ്ങനെ ഇതിൻ്റെ കോമ്പിനേഷൻ എന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബ്രിഞ്ചാളിൻ്റെ ഒരു കറിയൊക്കെ കൂട്ടി കഴിക്കുന്നത്. അപ്പം ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടൊരു ബ്രിഞ്ചാളിൻ്റെ കറി ഒരു ബിരിയാണിയുടെ കൂടെ ഒക്കെ കഴിക്കുന്നത്. അപ്പം പിന്നാണെങ്കിൽ നമുക്ക് സലാഡ് ഉണ്ടായിരുന്നു, നോർമലായിട്ട് അത്യാവശ്യം പുളിയൊക്കെ കുറവായിട്ടുള്ള ഒരു സലാഡ്. പിന്നെ വേറൊരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഈ ഹോട്ടൽ വരുന്നത് നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് അടുത്തായിട്ടാണ്. അത് കാരണം നമുക്ക് പെട്ടെന്ന് പോയി കഴിച്ച് പെട്ടെന്ന് തന്നെ ബസ് സ്റ്റാൻഡിൽ പോയി പെട്ടെന്ന് ബസ് കയറിപ്പോം എന്നൊരു രീതിയിലായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. അത് കാരണം വലിയ അലയേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു, ഒരുപാട് കിടന്ന് അലയേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ ബിരിയാണി പെതുക്കുകയാണെങ്കിൽ കോരിൻ്റെ പാത്രത്തിലേക്ക് ഇട്ടു. പക്ഷേ കുറച്ച് ക്വാണ്ടിറ്റി ഭയങ്കര കുറച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്, വലിയ ക്വാണ്ടിറ്റി എനിക്ക് തോന്നിയില്ല. പക്ഷേ എന്തുവാ ആ ഒരു മണം, എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലായിരുന്നു. നല്ല മണമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഗൈസ്, അങ്ങനെ പുനലൂരിൽ നിന്ന് ഇവിടം വരെ വന്നേക്കുവാണ് ആസിഫെ ബിരിയാണി കഴിക്കാൻ. ഞാനിപ്പോൾ ഉള്ള തമ്പാനൂർ ആസിഫെ ബിരിയാണി കടകളാണ്. ഇപ്പം തമിഴ്നാട് ബിരിയാണി കഴിക്കാൻ ഇവിടം വരെ വന്നേക്കുവാണ്. റൈസ് എല്ലാം ഭയങ്കര സ്കോപ്പ്. എനിക്ക് ആ ബിരിയാണിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട തിങ് എന്ന് പറയുമ്പോൾ അതിലെ റൈസാണ്. കാരണം റൈസ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഇത്രയും സോഫ്റ്റായിട്ടൊരു റൈസ് ഞാൻ കഴിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു അതിൽ നിന്നൊരു പിടി എടുത്തിട്ട് നമ്മുടെ കയ്യിലിങ്ങനെ വെച്ച് ജസ്റ്റ് ചെറുതര അമക്കുമ്പോൾ തന്നെ നല്ലൊരു സ്പോഞ്ചി ഫീലാണ്. ഭയങ്കര സ്പോഞ്ചായിട്ട് നമുക്ക് ഭയങ്കര ആ റൈസ് ഭയങ്കര രീതിയിൽ വെന്ത് അടിപൊളിയായിരുന്നു. ഫസ്റ്റ്
ഫസ്റ്റ് ഒരു ലൈക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ ഒരു രക്ഷയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് റെസ്റ്റോറൻറ്റിൽ വന്ന് ഒരു തമിഴ്നാടൻ ബിരിയാണി കഴിക്കുന്നത്. പിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത്, പക്ഷേ അവിടെ ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടുണ്ടായിരുന്നു. അത് കാരണം കറക്റ്റായിട്ട് എൻ്റെ ഓഡിയോ കറക്റ്റ് ക്യാപ്ചർ ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഓൺ വോയിസ് കൊടുക്കുന്നത്. എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇക്കാര്യത്തിൽ. എങ്ങനെയുണ്ടായിരുന്നു? വയറ് ഫുള്ളാവും. നിന്റെ വയറ് ഫുള്ളായി. പക്ഷെ ഞാൻ ഡയറ്റ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് എന്റെ വയറ് ഫുള്ളായില്ല ഗൈസ്. എനിക്ക് വേണമെങ്കിൽ ഒരു ബിരിയാണി കൂടെ കഴിക്കാൻ പറ്റും, പക്ഷെ കാശ് വാങ്ങിയാൽ ഫുഡല്ല. 241 രൂപയാണ് എന്റെ വില. പക്ഷെ വർത്ത് സാധനം എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ആ റൈസ് എന്ന് പറയുമ്പോളേ ഭയങ്കര സ്പോഞ്ച് പോലെ ഇരിക്കുന്നതാ. അന്യ ടേസ്റ്റ് ആണ്, അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും അവിടുന്ന് ഇവിടം വരെ വന്നതിനൊരു 10 ഉണ്ടായല്ലോ. പിന്നെ എന്തായാലും നമ്മള് അങ്ങനെ ഇത് കഴിച്ചല്ലേ, പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും ഹെവി ടേസ്റ്റ് ആയിരുന്നു. അല്ലയോ? ഇവിടെ സാധനം സ്പോഞ്ച് കണക്കി ഇരിക്കുന്നത്. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് കിട്ടിയത് എന്താന്ന് വെച്ചാൽ ഒരു ബ്രിഞ്ചാളിന്റെ കറിയാണ്. ബ്രിഞ്ചാൾ കറിയും സലാഡും. പക്ഷെ ബ്രിഞ്ചാൾ കറി വലിയ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് എന്താ ബിരിയാണി ഒരു രക്ഷയില്ല മോനെ. ട്രൈ ആക്കണ സാധനമാണോ അല്ലേ? അതെ.